എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഹലോ ഹലോ, ആ കോൺട്രാക്ടറെ, പറഞ്ഞോ. ഞാൻ ഇന്ന് പണിക്ക് കുറച്ച് താമസിച്ചേ വരുള്ളൂ. ആനാടാ? എന്റെ പൊന്നു കോൺട്രാക്ടറെ, എന്റെ ഭാര്യ ശാലിനില്ലേ, ആ. അവളുടെ 10 കൂട്ടുകാരെല്ലാം കൂടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 10 തത്തകൾ. ആ 10 തത്തകളെല്ലാം കൂടെ ഇന്ന് ഒത്തുകൂടുക സ്കൂളിൽ. അപ്പൊ ഞാൻ അവളെ സ്കൂളിലേക്ക് ആക്കിയിട്ട് കുറച്ച് താമസിച്ചേ വരുള്ളൂ. നീ അവളെ അവിടെ ആക്കിയിട്ട് വരാൻ പോവാണോ? ആ പിന്നല്ലാതെ. നിനക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോടാ? ഏ? എടാ, പൂർവ്വ വിദ്യാർത്ഥി സംഘം എന്നും പറഞ്ഞ് പഴയ കാമുകന്മാരും കാമുകരും ഒളിച്ചോടിക്കൊണ്ടിരിക്കുക. നീ വാർത്തയൊന്നും കാണാറില്ലേ? നിങ്ങൾ ചുമ്മാ മനുഷ്യരെ പേര്, അതൊക്കെ വേറെ വേറെ സ്ഥലത്തല്ലേ. അത് തന്നെയല്ല, എന്റെ ഭാര്യ ശാലിനി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവൾ 24 മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ട്. ഓയോ, അയ്യോ, പോയി. ആ കോൺട്രാക്ടർ പറഞ്ഞ കറക്റ്റായി. ചേട്ടാ, കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? ആ പോയില്ലേ? അല്ല, കോൺട്രാക്ടർ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ ഇപ്പൊ എന്താ പറഞ്ഞേ? കോൺട്രാക്ടർ പറഞ്ഞ 8 മണ്ണിന് 2 8 സിമെന്റ്. അതാണ് കോൺട്രാക്ടർ. അതിപ്പോ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ. എനിക്കറിയാം. അതുകൊണ്ട് പറഞ്ഞു ഒന്ന് ഉറപ്പിച്ചു വന്നെന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യും, ഏതായാലും എന്നെ ഇവിടെ കൊണ്ട് നാക്കിയല്ലോ. ചേട്ടൻ ജോലിക്ക് പോകോ? ജോലിക്ക് പോകണ്ട. ജോലിക്ക് പോയ 8ന്റെ പണി കിട്ടും. 8ന്റെ പണി കിട്ടുമെന്നോ? 8 മണലിനാണല്ലോ 2 8 സിമെന്റ്. അതൊന്നും ഞാൻ ഒന്നുകൂടെ പണിക്ക് പോവാതിരിക്കാനുള്ള പോവാൻ നോക്കിയേ. പണിക്ക് വന്നു. അതല്ല, ഇന്ന് പോകണ്ട, നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോവാന്നെ ചേട്ടാ, ഞാനിപ്പോ ഒന്ന് ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. എത്ര വർഷം കഴിഞ്ഞിട്ടാ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നേ. അതിന്റെ ത്രില്ലിലാ ഞാൻ. ഇവിടെ കാല് കുത്തിയപ്പോ മുതല് ഞാൻ ഈ സ്കൂൾ അങ്ങ് മിസ് ചെയ്യുക ചേട്ടാ. സ്കൂള് മിസ് ചെയ്യുവാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഉപ്പുമാവ് കിട്ടാൻ സ്കൂള് കത്തിക്കാൻ നടന്നിട്ട്. തമാശ പറയല്ലേ. തമാശ. ചേട്ടൻ അറിയോ, ഇന്ന് ശേഖരം വരുന്ന ദിവസാ. ശേഖരനോ? പേര് കേട്ടാലും അറിയാം, അവൻ എനിക്കൊത്ത എതിരാളി. അവനോട് വേണം ഇന്ന് ഞാൻ മുടി പിടിക്കാൻ. ആരടി ശേഖരൻ? അയ്യോ, നീ അവനും തമ്മിൽ എന്താണ് ബന്ധം? എന്റെ പൊന്നു മനുഷ്യ, ഈ ശേഖരൻ എന്ന് പറഞ്ഞ ആനയാന്ന്. എടി, കള്ളത്തരം പറയാൻ ലോജിക്ക് വേണ്ടി. എന്ത് ലോജിക്ക്? നീ ഈ ശേഖരനാണ് ഏത് ക്ലാസ്സിൽ ഏത് ബെഞ്ചിൽ നിന്ന് ഒരുമിച്ച് പഠിച്ചു? അതല്ല, ഈ ആനേന്റെ കൂടെ വല്ല പാപ്പാൻ മണികണ്ഠനായ എന്റെ കൂട്ടുകാരൻ. അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരുമ്പോ എടി ആനേനെയും കൂടി കൊണ്ടുവരാ. അതുമാത്രമല്ല, എനിക്കൊരു ആനവാലും കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാപ്പാമാരുടെ സ്ഥിരം പരിപാടി ആനവാല് കൊടുത്ത് പെണ്ണുങ്ങളെ വളർത്തും. അപ്പൊ ആനേനെ മുൻനിർത്തിയാണ് എനിക്കിട്ട് പണിയുന്നത്. ഭീഷ്മപിതാമകനെ വകവരുത്താൻ ശകുനിയെ മുൻനിർത്തിയ പോലെയുള്ള പരിപാടിയാണ് അവൻ്റെത്. എന്തുന്നായി കിടന്ന് പൊറുവർക്കുന്നേ? ആത്മകഥം ചെയ്തതാണ്. പോവാൻ നോക്ക്.